ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ തുടരുകയാണ്. ഇതിനോടകം ജില്ലയിലെ 16 പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. മിക്കയിടങ്ങളിലും യാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. കർഷകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവരും യാത്രയുടെ ഭാഗമായി. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും യാത്രയുടെ ഭാഗമായി ഒരുക്കിയ പ്രത്യേക വാനിൽ പദ്ധതികളെക്കുറിച്ച് നടത്തുന്ന വീഡിയോ പ്രദർശനവും പ്രയോജനകരമാണെന്നാണ് മിക്കവരുടെയും അഭിപ്രായം. കാർഷിക മേഖലയിൽ വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതും അർഹരായവർക്ക് വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമാകാനും ആനുകൂല്യങ്ങൾ നേടാനുമുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തത് ഏവർക്കും പ്രയോജനകരമായി. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന യാത്ര ഇടുക്കി ജില്ലയിൽ 54 സ്ഥലങ്ങളിലാണ് എത്തിച്ചേരുന്നത്. കട്ടപ്പനയിൽ നടന്ന 34ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൊടുപുഴ ഉപജില്ല ചാമ്പ്യന്മാരായി. കഴിഞ്ഞ തവണയും തൊടുപുഴയ്ക്കായിരുന്നു കിരീടം. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആകെ 935 പോയിന്റ് നേടിയാണ് തൊടുപുഴ കിരീടം ചൂടിയത്. 3 വിഭാഗങ്ങളിൽ നിന്നായി 827 പോയിന്റ് നേടി കട്ടപ്പന ഉപജില്ല 2ാം സ്ഥാനം കരസ്ഥമാക്കി. 785 പോയിന്റ് നേടിയ നെടുങ്കണ്ടം ഉപജില്ലയ്ക്കാണ് 3ാം സ്ഥാനം. സ്കൂൾ തലത്തിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആകെ 247 പോയിന്റ് നേടി കൂമ്പൻപാറ ഫാത്തിമ മാതാ GHSS ഓവറോൾ കിരീടം നിലനിർത്തി. 206 പോയിന്റ് നേടിയ കുമാരമംഗലം MKNM HSSനാണ് 2ാം സ്ഥാനം. കല്ലാർ GHSS 204 പോയിന്റുമായി 3ാമതെത്തി. ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് 4 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മാറ്റുരച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത് നടത്തിയ നവകേരള സദസ്സ് ഇടുക്കിയിൽ പര്യടനം പൂർത്തിയാക്കി. ഡിസംബർ 10 തൊടുപുഴ മണ്ഡലത്തിലെ ഗാന്ധി സ്ക്വയർ മൈതാനത്തായിരുന്നു ആദ്യ സദസ്സ്. തുടർന്ന് ഇടുക്കി IDA ഗ്രൗണ്ട്, ദേവികുളം അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ, ഉടുമ്പൻചോല നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ ഗ്രൗണ്ട്, പീരുമേട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം എന്നിവിടങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. 5 ഇടങ്ങളിലുമായി 50,000-ലേറെ ജനങ്ങളാണ് ജില്ലയിലെ സദസ്സുകളിൽ പങ്കെടുത്തത്. പര്യടനത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ 12 രാവിലെ 9 മണിക്ക് തേക്കടി ബാംബു ഗ്രോവിൽ മന്ത്രിസഭാ യോഗവും നടത്തി. ശബരിമല തീർത്ഥാടനത്തിന് ഭക്തജനത്തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ ഏകോപിതമായ സംവിധാനങ്ങൾ ഒരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്ക് ദോഷമില്ലാത്ത തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കണം. തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് ആവശ്യത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നവകേരള സദസ്സിനിടെ തേക്കടിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക അവലോകന യോഗത്തിൽ ശബരിമലയിലെ നിലവിലുള്ള സ്ഥിതി മുഖ്യമന്ത്രി വിലയിരുത്തി. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ, വനം മന്ത്രി AK ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു എന്നിവർ നേരിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ്, കളക്ടർമാർ തുടങ്ങിയവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് കേസ് പരിഗണിച്ചത്. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയായിരുന്നു കോടതിയുടെ ഉത്തരവ്. കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ ചുമത്തി 2021 സെപ്റ്റംബർ 21 കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങിയത്. പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ കോടതിയിൽ വെച്ച് കുട്ടിയുടെ മാതാവ് പ്രതിഷേധിച്ചു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.